നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മേഘവിസ്ഫോടനം എന്ന് പറയാവുന്ന തരത്തിലേക്ക് നിലവിൽ കാലവർഷം ശക്തി പ്രാപിച്ചിരിക്കുന്ന ഒരു സമയം, ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും നമ്മുടെ സംസ്ഥാനത്തെ കാർന്നു തിന്നുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. വരുന്ന 48 മണിക്കൂർ നമ്മുടെ സംസ്ഥാനത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പുതിയ അറിയിപ്പുകൾ ഈ പറയുന്ന വിധത്തിലാണ്. കോട്ടയം കുട്ടിക്കൽ പ്ലാപ്പള്ളിയിൽ ഉരുൾപൊട്ടലിൽ കാണാതായ 3 പേരുടെ മൃതദേഹം കണ്ടെത്തി. കാണാതായ 12 പേരിൽ 3 പേരുടെ മൃതദേഹമാണ് കണ്ടെടുത്തത്. ഒരു കുടുംബത്തിലെ 3 പേരുടെ മൃതദേഹമാണ് ലഭിച്ചതെന്നാണ് പുറത്തുനിന്ന് വരുന്ന റിപ്പോർട്ട്. പ്രദേശത്ത് 3 വീടുകൾ ഒലിച്ചുപോയതായ റിപ്പോർട്ടുകളുണ്ട്. അതേസമയം കോട്ടയം ജില്ലയിലെ കിഴക്കൻ മേഖലകളിൽ രക്ഷാപ്രവർത്തനത്തിന് വ്യോമസേനയുടെ സഹായം ലഭ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതായി സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി BN വാസവൻ അറിയിച്ചു. ഈരാറ്റുപേട്ട മുണ്ടക്കയം കുട്ടിക്കൽ ഭാഗത്ത് രക്ഷാപ്രവർത്തനം നടക്കുന്ന മേഖലയിൽ മന്ത്രി ഉടൻ എത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്നാൽ മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ കർശനമായ ജാഗ്രത പുലർത്താനും സർക്കാർ സംവിധാനങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങൾ വിട്ടുവീഴ്ചയില്ലാതെ പാലിക്കാനും ശ്രദ്ധിക്കണമെന്ന് അടിയന്തര സാഹചര്യങ്ങളിൽ പൊതുജനങ്ങൾക്ക് 112 എന്ന നമ്പറിൽ ഏതു സമയം ബന്ധപ്പെടാവുന്നതാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഇടുക്കിയിൽ കാർ ഒഴുക്കിൽപ്പെട്ട ഒരാൾ മരിച്ചു. തൊടുപുഴ കാഞ്ഞാറിലാണ് കാർ ഒഴുക്കിൽപ്പെട്ടത്. ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് കാറിൽ നിന്ന് കണ്ടെത്തിയതെന്നാണ് പുറത്തുനിന്ന് വരുന്ന വിവരം. കാറിലുണ്ടായിരുന്ന മറ്റുള്ളവർക്കായി തിരച്ചിൽ തുടരുകയാണ്. കനത്ത മഴയെ തുടർന്ന് മലമ്പുഴ ഡാം തുറന്നു. ഡാം തുറന്നതിന്റെ പശ്ചാത്തലത്തിൽ ഭാരതപ്പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്ത് 5 ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. ശക്തമായ മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനിടെ ഇടുക്കിയിലും പത്തനംതിട്ട ജില്ലയിലും ഉരുൾപൊട്ടി. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അടുത്ത 24 മണിക്കൂർ സംസ്ഥാനത്ത് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. തെക്കൻ മധ്യ കേരളത്തിലാണ് ശക്തമായ മഴ തുടരുന്നത്. വൈകുന്നേരത്തോടെ വടക്കൻ കേരളത്തിലും മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. പത്തനംതിട്ട മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ മഴയ്ക്കൊപ്പം ശക്തമായ ഇടിമിന്നലിനും കാറ്റും അനുഭവപ്പെടും. ജലനിരപ്പ് ഉയർന്നതോടെ അരുവിക്കര, നെയ്യാർ ഡാമുകൾ ഷട്ടറുകളും ഉയർത്തിയിട്ടുണ്ട്. പത്തനംതിട്ടയിൽ കഴിഞ്ഞ 2 മണിക്കൂറായി ഇടിയോടുകൂടിയ മഴ പെയ്യുകയാണ്. ഇടുക്കി ഡാമിൽ ബ്ലൂ അലേർട്ട് തുടരുകയാണ്. രാത്രികാല യാത്രാ നിരോധനം ഈ മാസം 20 വരെ ഇടുക്കി ജില്ലയിൽ നീട്ടി. കൊല്ലം ജില്ലയുടെ വിവിധ മേഖലകളിൽ കനത്ത മഴയാണ്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാന പോലീസിന്റെ മീഡിയ സെന്ററിൽ നിന്നും ഏറ്റവും പുതിയ അറിയിപ്പുകൾ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഇതിനെ ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാന അറിയിപ്പുകളാണ് ഈ പറയുന്നവ. നദികളിൽ ജലനിരപ്പ് ഉയരാനും ചില അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകാനും സാധ്യതയുണ്ട്. നദിക്കരകളിലും അണക്കെട്ടുകളുടെ താഴെയും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കുകയും അധികൃതരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുകയും ചെയ്യണം. യാതൊരു കാരണവശാലും ജലാശയങ്ങളിൽ ഇറങ്ങാൻ പാടില്ല. പാലങ്ങളിലും നദിക്കരയിലും മറ്റും കൂട്ടം കൂടി നിൽക്കരുത്. വെള്ളമൊഴുക്ക് കാണാൻ പോകരുത്. സമീപത്തു നിന്ന് സെൽഫി എടുക്കരുത്. മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണം. വിനോദസഞ്ചാര മേഖലകളിലേക്കുള്ള യാത്രകളും ഈ സമയത്ത് ഒഴിവാക്കുക. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ അധിവസിക്കുന്നവരും അതീവ ജാഗ്രത പാലിക്കേണ്ടതാണ്. നനഞ്ഞ റോഡിൽ വാഹനം ഓടിക്കുമ്പോൾ ടയറിന് ഘർഷണം വളരെ കുറവായിരിക്കും. സാവകാശം ബ്രേക്ക് ചെയ്യുക. പരിസര ശുചീകരണവും വ്യക്തി ശുചിത്വവും പാലിക്കണം. മഴക്കാല രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ അവ പാലിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുക. പത്ര, ദൃശ്യ, ശ്രാവ്യ മാധ്യമങ്ങളിൽ വരുന്ന ഔദ്യോഗിക മുന്നറിയിപ്പുകൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. വ്യാജ വാർത്തയ്ക്ക് വശംവദരാകാതിരിക്കുക. അടിയന്തര സഹായത്തിന് 112 എന്ന നമ്പറിൽ വിളിച്ച് സഹായങ്ങൾ അഭ്യർത്ഥിക്കാവുന്നതാണ്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, കുടുംബശ്രീയുടെ ഭാഗമായിട്ട് യുവതി ഗ്രൂപ്പുകൾ ആരംഭിക്കുകയാണ്. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ പ്രായമുള്ള യുവതികൾക്ക് ഇതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടി സാധിക്കും. ഇതുവരെ അംഗത്വമൊന്നും എടുത്തിട്ടില്ലാത്ത ആളുകൾക്ക് അംഗത്വം എടുത്ത് ഇതിലേക്ക് പ്രവർത്തിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ്. ഒരു വീട്ടിൽ ഒന്നിലധികം ആളുകൾക്കും ഇതിന്റെ ഭാഗമാകുന്നതിന് വേണ്ടി സാധിക്കും. വിവിധങ്ങളായിട്ടുള്ള മേഖലകളിലേക്ക്, അതായത് സംരംഭം തുടങ്ങുന്നതിന് പ്രത്യേക സഹായങ്ങൾ, അതോടൊപ്പം തന്നെ നിലവിൽ ഒരു സംഘം എന്ന രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും. നമ്മുടെ സംസ്ഥാനത്തെ സ്ത്രീ ശാക്തീകരണം, സ്ത്രീധനം തുടങ്ങിയ വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങളിൽ ബോധവൽക്കരണം, സെമിനാറുകൾ, മറ്റു ക്ലാസുകളെല്ലാം തന്നെ ഇതിന്റെ ഭാഗമായിട്ട് നടക്കും. വിവിധങ്ങളായിട്ടുള്ള കർമ്മ മേഖലകളിലേക്ക് പ്രവർത്തനം വ്യാപിക്കുന്ന തരത്തിലാണ് കുടുംബശ്രീയുടെ യുവതി ഗ്രൂപ്പുകൾ പ്രവർത്തനം ആരംഭിക്കുക. നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, കോഴിയിറച്ചി വാങ്ങുന്നവരാണ് നമ്മൾ എല്ലാവരും തന്നെ. ഏറ്റവും പുതിയ വാർത്തകൾ വന്നിരിക്കുന്നു. നിലവിൽ തീ പൊള്ളിക്കുന്ന വിലയാണ് ഇപ്പോൾ കോഴികൾക്ക് ഉള്ളത്. ഹോട്ടലുകളിലും തട്ടുകടകളിലും എത്തിയാൽ മലയാളികൾക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ് കോഴി വിഭവങ്ങൾ. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തീന്മേശകളെ പൊള്ളിക്കുകയാണ് ഇറച്ചിക്കോഴി വില. വീടുകളിലും ഇതേ അവസ്ഥ തന്നെയാണ്. കോഴിവില തിളച്ചുമറിയുന്നതോടെ പല ഹോട്ടലുകളും വാങ്ങുന്ന കോഴിയുടെ അളവും കുറച്ചെന്ന് കോഴി വ്യാപാരികൾ പറയുന്നു. തുടർച്ചയായി കോഴിവില ഉയരുന്ന സാഹചര്യം ഒഴിവാക്കാൻ സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്ന് ഹോട്ടൽ ഉടമകളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 20 മുതൽ 30 രൂപ വരെയാണ് ഇറച്ചിക്കോഴിക്ക് കൂടിയത്. ജില്ലകൾ തോറും കോഴിക്ക് 150 മുതൽ 160 രൂപ വരെയും ഇറച്ചിക്ക് 200 രൂപ മുതൽ 220 വരെയുമാണ് വില. കഴിഞ്ഞ മാസം കോഴിക്ക് 120 രൂപ മുതൽ 135 രൂപ വരെയും ഇറച്ചിക്ക് 170 മുതൽ 190 വരെയുമായിരുന്നു വില. തമിഴ്നാട്ടിൽ നിന്നുള്ള കോഴിവരവ് കുറഞ്ഞതാണ് വിലവർദ്ധനയ്ക്ക് പ്രധാന കാരണം. മാത്രമല്ല, ചൂട് കൂടിയതോടെ കോഴികളുടെ തൂക്കവും കുറഞ്ഞു. മുൻപ് ശരാശരി 3 മുതൽ 4 കിലോ വരെ ഉണ്ടായിരുന്ന കോഴികൾക്ക് ഇപ്പോൾ 2 കിലോയിൽ താഴെയാണ് തൂക്കം. എന്നാൽ തീറ്റ നൽകുന്നതിനടക്കമുള്ള ചെലവ് കണക്കാക്കിയാൽ വില വർദ്ധിപ്പിക്കാതെ പിടിച്ചു നിൽക്കാനാവില്ലെന്ന് തലസ്ഥാനത്തെ ഫാം ഉടമകൾ പറയുന്നു.
കൂടാതെ ചൂട് താങ്ങാനാകാതെ നിരവധി കോഴികൾ ദിവസവും ചാകുന്നുമുണ്ട്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കോഴിവരവ് കുറഞ്ഞാൽ വില ഇനിയും കൂടുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. തീർച്ചയായും ഇറച്ചിക്കോഴിക്ക് വില വർദ്ധിപ്പിക്കുന്നതിന് പിന്നിൽ കേരള തമിഴ്നാട് ലോബികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഒരു പക്ഷത്തിന്റെ ആരോപണം. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, വീടുകളിൽ ഫ്രിഡ്ജുള്ള എല്ലാവർക്കും ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ് KSEBയുടെ ഭാഗത്തു നിന്ന്. രാജ്യത്തെ കൽക്കരി ലഭ്യതയിൽ വൻ ഇടിവ് ഉണ്ടായതിനെ തുടർന്ന് ഇപ്പോൾ വൈദ്യുതി ക്ഷാമം വിവിധങ്ങളായിട്ടുള്ള സംസ്ഥാനങ്ങൾ നേരിടുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് പവർ കട്ടോ അല്ലെങ്കിൽ ലോഡ് ഷെഡിങ്ങോ ഉണ്ടാകുമോ എന്ന കാര്യങ്ങളിൽ തീരുമാനം ആയിട്ടില്ല. നിലവിൽ അതുണ്ടാകില്ല എന്നാണ് സംസ്ഥാന സർക്കാർ അറിയിക്കുന്നത്. എങ്കിൽ പോലും മുൻ വർഷങ്ങളിലൊക്കെ ഇത്തരത്തിൽ വൈദ്യുതി ലഭ്യതയിൽ ഇടിവ് നേരിട്ട സമയത്തൊക്കെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് LED ബൾബുകൾ അല്ലെങ്കിൽ CFL ബൾബുകൾ ഉൾപ്പെടെയുള്ളവയൊക്കെ വിതരണം ചെയ്ത് വൈദ്യുതി ഉപഭോഗം കുറയ്ക്കാൻ വേണ്ടി സാധിച്ചിരുന്നു. ഇനി നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യാനുള്ള ഫ്രിഡ്ജ് ഉള്ളവർ എല്ലാവരും തന്നെ പീക്ക് ലോഡ് സമയത്ത്, അതായത് വൈകുന്നേരം 6:30 മുതൽ 10 മണി വരെയുള്ള സമയങ്ങളിൽ നമ്മുടെ വീടുകളിലെ ഫ്രിഡ്ജ് ഓഫ് ആക്കിയിടണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിലൂടെ ഏകദേശം 300 മെഗാവാട്ട്സ് വൈദ്യുതിയെങ്കിലും ലാഭിക്കാനായേക്കുമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തൽ വന്നിട്ടുള്ളത്. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. എല്ലാവരിലേക്കും അറിയിപ്പുകൾ ഷെയർ ചെയ്തെത്തിക്കുക. മറ്റു പ്രധാന പദ്ധതികളുമായിട്ട് നാളെ കണ്ടുമുട്ടാം. അതുവരെ പുതിയ പ്രസാദനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.